ആയോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് നമ്മുടെ ഒരു പുതിയ നോട്ടിഫിക്കേഷനുമായിട്ടാണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ JRF അല്ലെങ്കിൽ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിലേക്ക് എടുക്കാനായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇത് വന്നിരിക്കുന്നത് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDO കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നേവൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ലാബിലേക്കാണ് വന്നിരിക്കുന്നത്, വിശാഖപട്ടണത്താണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന അലവൻസ് വരുന്നത് 37,000 ആണ്. ഹൗസ് റെന്റ് അലവൻസും വരുന്നുണ്ട്. ഈ പറഞ്ഞ വോക്കിൻ ഇൻ്റർവ്യൂ ആണ്, വിശാഖപട്ടണത്ത് വെച്ചാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ അവിടേക്ക് വരുന്നത് സീറ്റ്സുകൾ എത്രയെന്ന് വെച്ചാൽ 2 എണ്ണമാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ. ഇവിടെ ഗേറ്റ് സ്കോറും ഉണ്ടാവും, BE ഉണ്ടാണ്, അല്ലെങ്കിൽ BTech ഉണ്ടാണ്. അപ്പോൾ അവിടെ ഗേറ്റ് സ്കോർ എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് ഗേറ്റ് സ്കോർ പറയാം, വളരെ ലോ ലെവലായാലും കുഴപ്പമില്ല, നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റും. ഈ റിസർച്ചിലൊക്കെ ചെയ്യുമ്പോൾ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടുകയും പിന്നെ ഈ പറഞ്ഞു വന്ന ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് ഈ പറഞ്ഞു വന്ന മറ്റ് ഈ പറയുന്ന നമ്മുടെ ക്വാളിഫിക്കേഷനിലൊരു പൊൻതൂവലൂടാണെന്ന് വേണേൽ പറയാം. ഓക്കെ, അപ്പോൾ എനിവേ ഈ പറഞ്ഞു വന്ന ജൂനിയർ ഇതിൽ ഇലക്ട്രോണിക്സിലും 2 വന്നിട്ടുണ്ട്. ഗേറ്റ് സ്കോർ കാർഡും ഒക്കെ വളരെ ചെറുത് മതിയാവും നമ്മൾ പറഞ്ഞു. ഇതേപോലെ തന്നെ നേവൽ ആർക്കിടെക്ചർ എയറോസ്പേസിലൊക്കെ വന്നിട്ടുണ്ട്. കൂടെ കമ്പ്യൂട്ടർ സയൻസിലും ഒരെണ്ണമുണ്ട്. ഓക്കെ, വാൽഡ് ഗേറ്റ്സ് നെറ്റ് അല്ലെങ്കിൽ ഗേറ്റ് സ്കോർ കാർഡാണ് വേണ്ടത്. ഇവിടെ അപ്പർ ഏജ് ലിമിറ്റ് 28 ആണ് പറയുന്നത്. ഈ പറഞ്ഞു വന്ന സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാണ്, അതിൻ്റെ അകത്ത് അടയ്ക്കേണ്ടതുണ്ട്. നമ്മൾ പിന്നെ പറഞ്ഞു വരുന്നത് ഇവിടെ നേവൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ലാബോറട്ടറി വിശാഖപട്ടണത്ത് തന്നെ 19-ാം തീയതിയാണ് ഡേറ്റ് ഓഫ് ഇൻ്റർവ്യൂ. JRF മെക്കാനിക്കലിന് വരുന്ന 20-ാം തീയതിയാണ്. ഓക്കെ, ഇതേപോലെ തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ അവിടെ നോക്കിയാൽ മതിയോ. താങ്ക് യു, ബൈ.